ഹലോ, അസ്സലാമലൈക്കും. എല്ലാവർക്കും വല്യമ്മസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ബീഫ് കൊണ്ടൊരു മദിമി ഉണ്ടാക്കാൻ പോവുകയാണ്. നല്ല അടിപൊളി മദിമി. ഇതാ ഞാൻ അതിനിവിടെ 1 കിലോ ചിക്കൻ വാങ്ങി നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ 3 വലിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, 2 തക്കാളി, 1 ചെറുനാരങ്ങ, 2 പച്ചമുളക്. പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല എരിവുള്ള പച്ചമുളക്, അതിനെക്കൊണ്ട് ഞാൻ 2 എണ്ണ എടുത്തേക്കുള്ളൂ. ഇത് ബനാന പേപ്പർ എന്ന് പറഞ്ഞ വലിയ പച്ചമുളകാണ്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ 2 എണ്ണ എടുത്തേക്കുള്ളൂ. ഇനി നമുക്ക് ഈ തക്കാളികളൊക്കെ ഒന്ന് ചെറുതാക്കിയിലേക്ക് മുറിച്ചിട്ട് കൊടുക്കണം ബീഫിൻ്റെ അകത്തേക്ക്. നിങ്ങൾക്ക് ഇത് മിക്സിയിൽ അടിച്ച് പാർന്ന് കൊടുത്താലും മതി. ഞാൻ ചെറുങ്ങനെ അരിഞ്ഞിടുകയാണ്. ബീഫ് അതിനെക്കൊണ്ട് നമുക്ക് ഇതിൽ നല്ലോണം വേഗം വെന്ത് കിട്ടും. 10 വിസിൽ വരുന്ന വരെ ബീഫ് വേവിക്കണം, അതുകൊണ്ട് നല്ലോണം വെന്ത് കിട്ടും. അതുകൊണ്ട് ഉള്ളി തക്കാളിയൊക്കെ ഇതിലിട്ട് അങ്ങോട്ട് വേവിക്കാം നമുക്ക്. ഇത് 2 തക്കാളി അതിലേക്ക് അരിഞ്ഞ് വിട്ട് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരെല്ലാം ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ഈ 2 തക്കാളി അതിലേക്ക് മുറിച്ചിട്ടതിന് ശേഷം ഞാൻ ഇത് നന്നാക്കി കുഴച്ചെടുക്കണം. ആ വലിയ ഉള്ളിയെ 3 എണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ചെറുനാരങ്ങ അതിലേക്ക് നല്ലോണം ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഒരു ചെറുനാരങ്ങൻ്റെ നീര് അതിലേക്ക് പിഴിഞ്ഞെടുക്കണം, എന്നാൽ ബീഫിന് നല്ലൊരു പദവും കിട്ടും, നല്ല ടേസ്റ്റും കിട്ടും. അതിനാണ് ഇതെന്ന് വെച്ചാൽ മദമി എന്ന് പറയുന്നത്. ഇത് അധികം ഗൾഫ് രാജ്യങ്ങളിലും ഇതിങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു മദമി, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിന് മെഴുക്ക് അത്ര വേണ്ട, എണ്ണ എത്രയോ കുറവാണ്, എണ്ണ വേണ്ട, പിന്നെ ഉള്ളി കുറവ് മതി. നമുക്ക് ചിലവ് എത്രയോ ചുരുങ്ങിയിട്ടെടുക്കാം. ഇതിന് വലിയ ചിലവൊന്നുമില്ല, നമുക്ക് ബിരിയാണീൻ്റെ ചിലവൊന്നുമില്ല. പിന്നെ ബിരിയാണി റൈസ് കൊണ്ട് വെക്കുന്നതിന് കുഴപ്പമില്ല. ഇത് ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തത്. അതിവിടെ ഞാൻ കുറച്ച് ഒരു 1/2 കപ്പ് ബസ്മതി റൈസ് കുതിർത്തി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി അതിലേക്ക് ഞാൻ 2 സ്പൂണ് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നാക്കി ഇതൊന്ന് കുഴച്ചെടുക്കുക. സവാളയും തക്കാളിയും ഉപ്പും കൂടിയും കുഴക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് 1/4 ടീസ്പൂൺ മുളക് പൊടി ഓപ്ഷനാണ്, വേണമെന്നില്ല, വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടീൻ്റെ ഒരു കളറ് വരാൻ തക്കോണം ഇട്ട് കൊടുക്കരുത്. ഇതിന് കുരുമുളകും പച്ചമുളകുമാണ് ഇതിന് പ്രധാനം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നാക്കി കുഴച്ചെടുക്കണം. 1/4 ടീസ്പൂണെന്ന് വേണമെന്നില്ല, നമ്മൾ പച്ചക്കറി വെക്കുന്നതിനൊക്കെ ഇടുമ്പോലത്തെ ഒരു ലേശം മുളക് ഇതിന് ഒരു കളറ് വേണമെന്നില്ല. ഞാൻ പിന്നെ ഓപ്ഷനായിട്ട് ഇടുകയെന്ന് എന്താ വെച്ചാൽ വെറും പച്ചമുളകും തന്നെ ഇട്ട് വെക്കുന്നതാണ് ടേസ്റ്റ്. ഇത് 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നന്നാക്കി ഒന്ന് മിക്സ് കുഴച്ചെടുക്കുക. നന്നാക്കി കുഴച്ച് ഇത് നമുക്കൊരു 10 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഞാനിത് ഒരു കുക്കർ, ഗ്യാസ് ഓണാക്കി ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കുഴച്ച് വെച്ച മസാലകളെല്ലാം, ബീഫും മസാലകളെല്ലാം കൂടി അതിലേക്ക് വാരിയിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുക്കറിൻ്റെ അടപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരു 10 വിസിൽ വരുന്നവരെ ഒന്ന് നന്നാക്കി വേവിച്ചെടുക്കുക. 10 വിസിൽ വന്നതിന് ശേഷം നമുക്കത് തുറന്ന് നോക്കാം. ഇനി ഞാനൊരു മിക്സീൻ്റെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് നമുക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കുരുമുളകും കൂടി ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് അതൊന്ന് നന്നാക്കി പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് തന്നെ നമുക്ക് ബാക്കി ചേരുവകളെല്ലാം ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 1 വലിയ വെളുത്തുള്ളി, 2 പച്ചമുളക് എടുത്ത് വെച്ചതും കൂടി അതിൽ നന്നാക്കി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ കുക്കറിൽ വെച്ച ബീഫ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതാ ഒരു നോൺ സ്റ്റിക്ക്
പാത്രം ഗ്യാസുമ്മേൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ അരച്ച് വെച്ച മസാലകളെല്ലാം കൂടി ആ ബീഫിലിട്ടൊന്ന് നന്നാക്കി മിക്സാക്കി എടുക്കണം. നന്നാക്കി എല്ലാം ഇട്ടൊന്ന് കുഴക്കണം. ആ മസാലകളെല്ലാം അതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നാക്കി മിക്സാക്കി എടുക്കണം. അതിലേക്ക് ഇനി പോരാതെ ഉപ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്, എന്നാലും അത് പോരാത്തത് കൊണ്ടിട്ടാണ് വേവിക്കുമ്പോൾ ഒരു ലേശം ഇട്ട് കൊടുക്കുന്നതാണ്. ഇനി നമുക്കിത് കുഴക്കുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും, ചുവന്ന മുളക് ഇടണമെന്നില്ല, മുളക് പൊടിൻ്റെ ആവശ്യമില്ല. അതിലേക്ക് ലേശം ഗരം മസാല നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടിട്ടാലും മതി. ഇതിൽ കുഴക്കുന്നതിന് കുഴപ്പമില്ല. ഗരം മസാല കഴിയുന്നതും കഴിക്കാൻ നേരത്തെ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഞാൻ നന്നാക്കി ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഗരം മസാല ഇട്ട് കൊടുക്കുന്നതിനുമില്ല, അടുപ്പത്ത് വെച്ച് കുറച്ച് ഗരം മസാല കൂടുതൽ വെന്ത് പോയാലും ടേസ്റ്റ് കുറയും. ഇതിന് ഞാൻ അതിലേക്ക് ചെരിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അടുപ്പത്ത് വെച്ച് നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സൺഫ്ലവറാണ് നല്ലത്. ഇനി ഇത് നന്നാക്കി ഒന്ന് വറ്റി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നാക്കി ഇളക്കി കൊടുത്ത് നന്നാക്കി ഇതൊന്ന് കുറച്ച് നന്നായി വറ്റി വരണം. അപ്പോഴേക്ക് ഞാനിത് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തൊന്ന് മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് കുക്കറിലൊന്ന് ഒരു പിസിലടിച്ച് വേവിച്ചെടുക്കണം. അതിലൊരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് പിസിലടിച്ചെടുക്കണം. ഇനി ഞാൻ ഈ ഗ്യാസുമ്മലേക്ക് ഈ ബീഫിൻ്റെ അകത്തേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നാക്കി ഒന്ന് ഇളക്കി വേവിക്കണത്. വേവിക്കാൻ വെച്ചാൽ വറ്റി വരണം. പിന്നെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്, ഇതൊന്ന് വറ്റി വരണം. ഇത് നല്ലോണം വറ്റി വന്നതിന് ശേഷം നമുക്ക് ഈ ബീഫ് മാത്രം ഒന്ന് കോരിയെടുക്കുക. അതിൻ്റെ ചാറുണ്ടാവും, ആ ചാറ് കോരിയെടുക്കണ്ട. നല്ലോണം വറ്റി വരുന്നതിൻ്റെ മുന്നേ ഈ ബീഫ് മാത്രം ഒന്ന് കോരിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. എല്ലാവരും എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിക്കൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ഇനിയെല്ലാം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ കറി ഉണ്ട്, അത് പിന്നെ ഇതിൻ്റെ മസാലൻ്റെ ഒരു കുറച്ച് ചാറുണ്ട്. അതിലേക്ക് നമുക്ക് ഞാൻ ഒരു പകുതി കപ്പിൽ അരി കഴുകി നല്ലോണം വൃത്തിയാക്കി അരിപ്പയിൽ ഊറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. ബസ്മതി റൈസ് അരിയാണ് എടുത്ത് കഴുകി വെച്ചത്. അത് 1 മണിക്കൂർ ഞാൻ പുതിർത്തി വെച്ചിട്ടുണ്ട്. അത് പുതിർന്നതിന് ശേഷം ഞാൻ കഴുകി ഒരു അരിപ്പക്കൊട്ടയിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട്. അതിന് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഞാൻ അച്ചാറിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കണം. അര ഡവർ അരിയാണ് ഞാൻ എടുത്തത്. സ്റ്റീലിൻ്റെ ഒരു ഡവർ അരിയാണ് എടുത്തത്. അതിൽ 1 ഡവർ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അടുപ്പത്ത് തിളച്ച വെള്ളം ഉണ്ടായിരുന്നു, അതാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. പച്ച വെള്ളം ആരും ഒഴിക്കണ്ട. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം, അടിപൊളി ടേസ്റ്റാണിത്. നന്നാക്കി ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് നന്നായി വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് വേറെ ഒന്നും വേണ്ടതിന്. ഇതിന് 1 കിലോ ഇറച്ചിക്ക് 1 കിലോ അരിയും മതി. വേറെ അധികം എണ്ണ വേണ്ട, വേറെ ഒന്നും വേണ്ട. ലേശം മസാലകളും പുരയിലുള്ള മസാലകളൊക്കെ അതും മതി.
പിന്നെ ഒരു മാഗി കപ്പ് ഒരു നാരങ്ങേൻ്റെ ആവശ്യമുണ്ട്. ഞാനൊരു ഉണക്ക നാരങ്ങ കഴുകി അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വീട്ടിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ വീട്ടിലുള്ളത് കൊണ്ടാണ്. അതാണ് ഈ പിന്നെ മദമി എന്ന് പറയുന്നത്. അതൊക്കെ ഇട്ടിട്ടാണ് വെക്കേണ്ടത്. പക്ഷേ ഇല്ലാത്തവർക്കും പെട്ടെന്ന് വെക്കാം. ഞാൻ അതിലേക്കൊരു സ്പൂണോളം 1/2 kg നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാല, പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം കൂടി അപ്പാട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും ഇട്ട് കൊടുത്ത്. ഇനി നമ്മളത് ചോറ് നന്നായി വെന്തിട്ടുണ്ട്. ചോറ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ആ നാരങ്ങ എടുത്ത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നന്നാക്കി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ വറ്റിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കണം. ആ ബീഫ് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് ആവി കൊള്ളിക്കണം. സിമ്മിലാക്കി വെച്ചിട്ട് ഇതിൻ്റെ ആവി അതിൽ കുടുങ്ങി വേവിക്കണം. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ കമൻ്റ് ഒന്ന് അറിയിക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് കമൻ്റ് ഇടുക. കുറഞ്ഞ ചിലവുകളൊക്കെ മതി ഇതിന്. കൂടുതൽ ചിലവുകളൊന്നും വേണ്ട. അരിയും ബീഫും, കുറഞ്ഞ ഉള്ളി, പച്ചമുളക്, എല്ലാം എണ്ണയും ഒക്കെ കുറച്ച് മതി. ചിക്കൻ കൊണ്ടായാലും കുഴപ്പമില്ല. ചിക്കൻ കൊണ്ട് ഞാൻ അടുത്ത വീഡിയോ ഞാൻ ചിക്കൻ കൊണ്ട് ഉണ്ടാക്കി ഇട്ട് തരുന്നുണ്ട്. ഇത് ഞാൻ ബീഫ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇനി നമ്മൾ ഇത് നല്ലോണം ദമ്മിൽ ആവി കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഇത് ഒഴിച്ച പാത്രത്തിലേക്ക് തന്നെയാണ് ഞാൻ മാറ്റുന്നത്. ഇതിലിട്ട് നല്ലോണം അടക്കി മൂടി വെച്ചിട്ട് നമ്മൾ ഒന്ന് ഇതിൻ്റെ ചാറൊക്കെ അതിൽ പിടിക്കണം. ഒക്കെ ഇറച്ചി കഷ്ണങ്ങളൊക്കെ കോരിയെടുക്കണം. നല്ലൊരു അടിപൊളി ടേസ്റ്റായത്. കുറഞ്ഞ ചിലവുകൾ കൊണ്ട് വേഗം കുറഞ്ഞ ചിലവിലാണ് ഇത് ഉണ്ടാക്കാൻ കഴിയുക. അരിക്ക് കുറച്ച് വിലയാണ്. പിന്നെ പക്ഷേ അരി ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഏത് അരി എടുക്കുന്നതിനും കുഴപ്പമില്ല. ഇത് ശരിക്കും മദമി എന്ന് പറയുന്നത് ഈ അരി തന്നെയാണ് നല്ലത്. പക്ഷേ ഈ കയ്യിലില്ലെങ്കിൽ ഏതരി എടുക്കുന്നതിനും ഒരു കുഴപ്പവുമില്ല. എല്ലാ കഷ്ണങ്ങളും കോരി പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. എല്ലാം കോരി വെച്ചതിന് ശേഷം നമുക്ക് ഈ ചോറൊന്ന് നല്ലോണം ഇളക്കി മറിച്ചെടുക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കേക്കും ചെയ്യാൻ ഇത് മസാല നമുക്കൊന്ന് ഇളക്കി കൂട്ടി വെക്കാനുണ്ട്. ചോറ് അത്യാവശ്യം ചോറ് അതിൽ കൂടിയിട്ടുണ്ട്. ഇനി ഇത് ആ ചോറും കൂടി ഒന്ന് നല്ലോണം നമുക്കൊന്ന് ഇളക്കി മറിച്ചിട്ട് യോജിപ്പിച്ചെടുക്കണം. നല്ലോണം യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് സെർവ് ചെയ്യാം. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് ചോറെടുത്ത് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് മസാല അതിൻ്റെ മുകളിലിട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് തിന്നാൻ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് കമൻറ്റിൽ വിവരം അറിയിക്കുക. മസാലകൾ ഉള്ളികളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എടുക്കുക. കൂടുതൽ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല.